ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണോ? ഇതാരെ ബാധിക്കുന്ന വിഷയം? ഇത് കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ്. അല്ലാതെ ആർക്കെന്ത് താല്പര്യമാണ് ഈ കാര്യത്തിലുള്ളത്? ഇത് അവസാനിപ്പിക്കണ്ടേ? മുഖ്യമന്ത്രിയാണെങ്കിൽ വാദമൊന്നും പറയില്ല ഇത്തരം കാര്യങ്ങൾ. ഗവർണർക്കെതിരെ പറയാൻ അദ്ദേഹത്തിന് പേടിയാണ്. ഗവർണറെ രാഷ്ട്രീയമായി ഉള്ള അവിശുദ്ധമായ BJP നേതൃത്വവുമായുള്ള ബന്ധത്തിന് ഉപകരണമായി ഇടനിലക്കാരായിട്ട് ഉപയോഗിച്ചതാണ് കുറച്ച് നാൾ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഘർഷമാണ്. ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇത് അവസാനിപ്പിക്കണം അടിയന്തരമായി. ഇത് ഇനിയും സംഘർഷത്തിലേക്ക് പോകരുത്. ഇത് കുട്ടികളെ ബാധിക്കും. നിങ്ങൾ കുഞ്ഞുങ്ങളെ മറന്നുപോകരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാനിതിൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, ഇത് ഞാൻ പറഞ്ഞല്ലോ, വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം. അധികാരമില്ല. എന്നിട്ട് വൈസ് ചാൻസലർ, ചാർജുള്ള വൈസ് ചാൻസലർ അധ്യക്ഷത വഹിച്ച യോഗം അവർ പിരിച്ചുവിട്ടതിന് ശേഷം സിൻഡിക്കേറ്റ് ഒരു രജിസ്ട്രാറെ നിയമിച്ചത് ശരിയായ രീതിയിലാണോ? ശരിയായ രീതിയിലാണ്. ഇത് രണ്ടും തെറ്റാണ്. അത് ശരിയായ രീതിയിലല്ല. മനസ്സിലായി? പിന്നെ മതസംഘടനകൾക്ക് സെനറ്റ് ഹാൾ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്ത് നിന്ന്. എന്നിട്ട് ഈ സംഘടനയ്ക്ക് എങ്ങനെ കൊടുത്തത്? പിന്നെ ചാൻസലർ വന്ന പരിപാടി രജിസ്ട്രാർ റദ്ദ് ചെയ്യാമോ? അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതിലെ തെറ്റുകുറ്റങ്ങളിലേക്കല്ല പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി ഇത് അവസാനിപ്പിക്കണം. ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത്, രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദിയാക്കാൻ പാടില്ല. അത് ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ട് അന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിലോ